ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ പ്രോൺസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, ഈ ചെമ്മീനിൽ നമ്മുടെ ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇതാ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ഹാഫ് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഹാഫ് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇപ്പം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ 1 ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള സോഫ്റ്റായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. തക്കാളി ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിതൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് പിന്നെ ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് സവാളയും ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കണമെന്ന് സവാള ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ എത്ര എടുത്തിട്ടുള്ളതെന്ന്. ഇതെല്ലാം നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് പിന്നെ ഇതിൽ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ലാസ്റ്റായി വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയതാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി എൻ്റെ വീഡിയോസിനായി താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും.